10 രൂപക്ക് ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നമ്മൾ മുന്തി വേവിച്ചുണ്ടാക്കുന്ന ജ്യൂസ് അത്. പച്ചവെള്ളം തീരെ ഉപയോഗിക്കില്ല, ഐസും ഉപയോഗിക്കില്ല. തണുപ്പ് വരുന്നത് 10 രൂപക്ക് ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? എന്നാ അങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ചേച്ചിയെ ഇവിടെ 10 രൂപക്ക് ജ്യൂസ് കൊടുക്കണ്ടെന്ന് ബോർഡ് കണ്ടിട്ട് വന്നതാണ്. ഞങ്ങള് പ്രവർത്തിക്കാണ്. ചേച്ചി മാത്രം നടത്തുക? അല്ല, മോനും ഉണ്ട്, ഞാനും കൂടി നടത്തുന്നതാണ്. ഇവിടെ എന്ത് ജ്യൂസാ ഉള്ളത്? മുന്തിരി. ഞങ്ങൾ തന്നെ നല്ലോണം പോലെ വൃത്തിയിലൊക്കെ കഴുകി ഉണ്ടാക്കിയിട്ട് കൊടുക്കണാണ്. ഏകദീന എന്തെങ്കിലും ലാഭം എന്തെങ്കിലും ഉണ്ടോ? കുറഞ്ഞൊരു ചെറിയൊരു ലാഭമുണ്ട്. അപ്പൊ നിങ്ങള് വെള്ളമൊക്കെ ഇടുന്ന വെള്ളമൊക്കെ നമ്മളിവിടെ അടിക്കുന്ന വെള്ളമാണ്. പിന്നെ ഇത് നമ്മൾ മുന്തി വേവിച്ചുണ്ടാക്കുന്ന ജ്യൂസ് അത്. മിക്സിയിൽ അടിക്കുന്നില്ല. നല്ല വേവിച്ചാൽ മതി മുന്തിരി, അപ്പൊ ജ്യൂസായി. പിന്നെ പച്ചവെള്ളം തീരെ ഉപയോഗിക്കില്ല, ഐസും ഉപയോഗിക്കില്ല. അത് ചുറ്റിട്ട് തണുപ്പിക്കുക പാത്രത്തിന്റെ. അല്ലാതെ ഐസ് ജ്യൂസിൽ ഇടേയില്ല. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കൊടുക്കാം. അതൊക്കെ നമ്മൾ അരിച്ച് ഒഴിവാക്കും. അത് മുന്തിരി വേവിച്ചു കഴിഞ്ഞാൽ അരിച്ചാല് ഒഴിവായി. മിക്സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുന്തിരി വേവിച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളമാണ്. ചേച്ചി ജ്യൂസ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ജ്യൂസാ. ചെറിയ മോൻ ഒരു അനിയേട്ടന്റെ ജ്യൂസ് കുടിക്കണം അമ്മമ്മേ, രാവിലെ തുടങ്ങും. കുപ്പികളൊക്കെ കാണണ്ടല്ലോ. അത് പാർസലാണ്. പാർസലായിട്ട് പോകുന്നുണ്ട്. പാർസൽ കൊടുക്കും. ഒരു ബോട്ടിലിന് എത്ര വരുന്നത്? 60 രൂപ. ബോട്ടിലടക്കം അല്ലേ? ബോട്ടിലടക്കം. എപ്പോഴാണ് നിങ്ങൾ രാവിലെ എപ്പോഴാണ് തുറക്കുക? 11 മണിയാകുമ്പോൾ തുറക്കും. 11 മണിക്ക്. ഒരു ദിവസം എത്ര ക്ലാസ് ഒക്കെ പോകുന്നു? കുറച്ചധികം പോകുന്നുണ്ട്. ഇത് വന്ന നാളത്തേക്കുള്ളതാണ്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് ലുലു മാളിന്റെ എക്സിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ.